ഹോംവർക്കിന് ഉച്ചവരെ ഓണം വീട്ടിലാണ്. എനിക്കതുപോലും ഇല്ല. പൊതുപ്രവർത്തകൻ്റെ സമയം അവൻ്റെ സ്വന്തമല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ സംസ്ഥാനത്തും വരണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഓണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, നല്ല നാളുകൾ, അതാണ് നമ്മൾ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല. നരേന്ദ്രമോദിജി ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ട്രേഡ് ഫെയർ, സർക്കാർ എല്ലാ അവശ്യ വസ്തുക്കൾ മാവേലി സ്റ്റോർ വഴി കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാർ തരുന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് പദ്ധതികളുണ്ട്. ഇവിടെ വരുമ്പോൾ പേര് മാറ്റിയൊക്കെ ചിലതൊക്കെ എത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് PM ശ്രീ തന്നെ എടുക്കാം. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണത്. പക്ഷേ ഇത്തരത്തിൽ പല പദ്ധതികൾ വരുമ്പോഴും BJP അകറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരിങ്ങനെ വിലങ്ങ് തടിയായി നിൽക്കുമ്പോൾ അവിടെ ഇടത് വലത് മുന്നണികൾ ഒറ്റ കെട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വികസിത് ഭാരത് എന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ വികസിത കേരളം എന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരില്ലേ? ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും മലയാളിയെ സംബന്ധിച്ചോളം. എല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു നാളെ. ഭാരതം ഏതാണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് മുകളിലായി. ഓണം എന്ന് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ കഴിയുന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അതെ, ബുദ്ധിമുട്ടുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ദിവസങ്ങൾ. അപ്പോൾ ഏതൊരു ഭാരതീയനും ആഗ്രഹിക്കുന്നതാണ് അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ ജനങ്ങളുടേക്കും ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മോദിജിയുടെ ഗവൺമെൻറ്. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രത്തലവൻ അദ്ദേഹത്തിൻ്റെ കാൽത്തൊട്ട് വന്ദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു 145 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഇത്രയധികം ക്ഷേമ പ്രവർത്തനങ്ങൾ, വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ സാധിക്കും. കേരളം ആ ഒരു തരത്തിലേക്ക് മാറി ചിന്തിക്കുകയാണ്. കാരണം ഒരു മാറ്റം ആവശ്യമാണ്. രണ്ട് മുന്നണിയും കാലാകാലങ്ങളായി ഭരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 പേരും നിയമസഭയിലുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ പറയുകയും ചെയ്തു, ഓരോ ഗവൺമെൻറ് വരുമ്പോഴും മറ്റേ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ധവളപത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, 1.25 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പോയപ്പോൾ 30,000 കോടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ 2,500 കോടി. ഇതൊക്കെയാണല്ലോ ധവളപത്രത്തിൽ പറയുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയിലാക്കിയിട്ട് കുറ്റം പറഞ്ഞു പോകും. അവിടെയാണ് ജനം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ സംസ്ഥാനത്തും വരണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഓണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, നല്ല നാളുകൾ, അതാണ് നമ്മൾ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല. ഒരുപക്ഷെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സാമൂഹിക മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനം അത് തിരുവിതാംകൂറായാലും തിരുക്കൊച്ചി ആയാലും മലബാറായാലും കേരളത്തിലെ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ മുന്നേറ്റം നടത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടിട്ടല്ല. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അതായിരുന്നു. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നതിന് ശേഷം അത്തരം ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? കേരളത്തിന് അങ്ങനെയുള്ളൊരു വികസന പ്രവർത്തനത്തിലേക്ക് പോകാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഈ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പേ ഈ സംസ്ഥാനത്തൊരു സംഭാവനയുണ്ട് ഈ രാജ്യത്തിന്. അതിപ്പോഴുണ്ടോ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോയ അധ്യയന വർഷം 7,500 സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രീതി പുതിയ തലമുറയ്ക്ക് അനുയോജ്യമാണ്. ഞാനന്ന് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. അവിടെ ന്യൂ ജെൻ കോഴ്സുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായി. സർക്കാർ എയ്ഡഡ് മേഖലയിൽ പുതിയ കോഴ്സുകൾ, അതായത് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന പുതിയ കോഴ്സുകളില്ല. പക്ഷേ സ്വാശ്രയ കോളേജ്, ഞാൻ ആ ചോദ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, പുതിയ കോഴ്സുകൾ സർക്കാർ എയ്ഡഡ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടോ എന്ന്. ഇല്ല. എവിടെയുണ്ട്? പൈസ കൊടുത്ത്, ഫീസ് കൊടുത്ത്, ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്വാശ്രയ കോളേജിൽ. അപ്പോൾ കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് ഈ സംസ്ഥാനം ആർജിച്ച വിദ്യാഭ്യാസ പുരോഗതി ഇപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ സംസ്ഥാനത്തിലുണ്ട്. അതടക്കം നമ്മൾ നോക്കുമ്പോൾ
ഇതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് മോദിജിയുടെ പ്രസക്തി, BJPയുടെ പ്രസക്തി കേരളത്തിൽ ഈ ഓണനാളുകളിൽ. അതിനൊരു മാറ്റം ഉണ്ടാവണം. അതിന് പറ്റുന്നത് ഇവിടെ മാത്രമേ പറ്റൂ. ഇപ്പോൾ ബംഗാളിൽ നമ്മൾ 3 പേരുമായിട്ട് 10 വർഷം മുമ്പ് ഇരുന്നിട്ട് 10ാം വർഷം അധികാരത്തിൽ വന്നു. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ 10 വർഷമൊന്നും വേണ്ട, ഈ 3 ഭൂരിപക്ഷത്തിലേക്ക് വരാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലാവധി മാത്രം മതി. ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് വരുന്ന നിയമസഭ, അതിന് തക്കവണ്ണം കേരളം പാകപ്പെടുന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. ഗോപകുമാർജി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ഈ വർഷത്തെ ഓണം നരേന്ദ്രമോദിജി ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ട്രേഡ് ഫെയർ, സർക്കാർ എല്ലാ അവശ്യ വസ്തുക്കൾ മാവേലി സ്റ്റോർ വഴി കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാർ തരുന്ന 1.5 ലക്ഷം ടൺ അരിയും ഗോതമ്പുമാണ് ഓരോ മാസവും കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്നത്. 35 കിലോ അരിയും പയറും ബാക്കിയുള്ളതൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്നത് മഞ്ഞക്കാർഡും പിങ്ക് കാർഡും ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഇത് മുഴുവൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. 80 കോടി ആളുകൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിൽ ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നെൽ സംഭരണത്തിന് കിട്ടുന്ന പണം, ആ പണം കേന്ദ്ര സർക്കാർ തരുന്നതാണ്. അത് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പിന്നെ ഇവിടുത്തെ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെയും പടം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അവിടെ നരേന്ദ്രമോദിയുടെ പടമില്ല. ഞങ്ങളുടെ 3 പേരുടെ മണ്ഡലത്തിൽ ഞങ്ങളുടെ പടമുണ്ട്, പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതില്ല. അല്ല വിളിച്ചത് ഒരു കാര്യം, ഇപ്പം ഗവൺമെൻറ് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി കഴിഞ്ഞിട്ടും കടമെടുക്കാനുള്ള അവസരം കൊടുത്തോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഓണം ഗവൺമെൻറ്റിന് ഇതേപോലെ ആനുകൂല്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരിധി കഴിഞ്ഞു. അതെ, റെക്കോർഡാണ് ഇത്തവണത്തെ ഘട്ടം. രാഷ്ട്രീയം പറയല്ല ഓണം ചർച്ചയ്ക്ക്. എന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയാത്തത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഒരുപാട് പ്രകോപിച്ച് നോക്കി പ്രധാനമന്ത്രി, പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ കുറ്റം പറയാൻ പോയില്ല. കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം ഓണം ഉണ്ണണമെങ്കിൽ കേന്ദ്രം കനിയണം എന്നുള്ളത്. വെറുതെ കരുതിയല്ല, കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഈ സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധിയും കഴിഞ്ഞു. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായ പോലും ഇത്രയും ആനുകൂല്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടില്ല. 12 വർഷം മുമ്പുള്ളതെന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെയാണ് രാജ്യ താല്പര്യം മുൻനിർത്തി മലയാളിയുടെ ഓണം നല്ലവണ്ണം പോകണമെന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. അതെ, ഈ നിയമസഭയിലൊക്കെ കത്തിക്കയറുന്ന പ്രസംഗമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. എങ്കിൽ പോലും പിന്നീട് വേണ്ടായിരുന്നു, അത്രയ്ക്ക് പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സമയം കഴിഞ്ഞുമൊക്കെ ഇങ്ങനെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയും, അതായത് വേണ്ടായിരുന്നു കേട്ടോ, ആ ഒരു പരാമർശം വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം, ഞാൻ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താറില്ല. കാരണം നമ്മൾ ആ ആളുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നത്, ആ പാർട്ടിയുടെ സമീപനത്തെയാണ് വിമർശിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമീപനം അത് പാർട്ടിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, ഈ നാടിൻ്റെ താല്പര്യങ്ങൾക്ക് ഈ സമീപനമാണ് വേണ്ടത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. നിയമസഭയിൽ മാത്രമല്ല, പുറത്തും. അതെ, സാറ് ഇതുപോലെ തന്നെ നിയമസഭയിൽ പ്രസംഗം നടത്തിയപ്പോൾ ആദ്യത്തെ പ്രസംഗം അത് വീട്ടിലെത്തിയപ്പോൾ വൈഫിൻ്റെ മക്കളുടെ ആ ഒരു അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ലേ, ഒന്നെൻ്റെ 2 മക്കളും ഇക്കാര്യത്തിലൊന്നും ഇടപെടില്ല. ഭാര്യയും അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, അങ്ങനെ ചർച്ച ചെയ്യില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയമൊന്നുമില്ല. മുരളീട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും അവിടെ എടുക്കുന്നൊരു പൊതു നിലപാട്, ആശയപരമായും നിലപാടുകളെയുമാണ് തീർക്കുന്നത്, വ്യക്തിയല്ല. ഞങ്ങൾ 3 പേരും ഒരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള ഒരു പരാമർശവും ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടില്ല. അത് പാർട്ടിയുടെ നിലപാട്, ഞങ്ങൾ 3 പേരുടെയും ഒരു പൊതു നിലപാട് അത് തന്നെയാണ്. പറയുന്നത് എടുക്കുന്ന നിലപാടുകളെയാണ്. ആകപ്പാടെ എൻ്റെ ഒരു പരാമർശം വ്യക്തിപരമായ പരാമർശമല്ല,
ഇപ്പോൾ വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായുള്ള നിയമത്തെ സംബന്ധിച്ചൊരു പ്രമേയം കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. അവിടെ വേണമെങ്കിൽ ഒരു വ്യക്തിപരമായ പരാമർശം എന്ന് പറയാം. ഇപ്പം മദനി, തീവ്രവാദിയായ മദനിയെ സംബന്ധിച്ച് അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ ഞാനൊരു ഇൻസിഡൻ്റാണ് പറഞ്ഞത്. ഈ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കുന്നത് ഔചിത്യമില്ലാത്തതാണ്, നീതിപൂർവമല്ലാത്ത രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത്, ഏകപക്ഷീയം. കാര്യം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനനുസൃതമായി അതിനെ എതിർത്തുകൊണ്ട് ഒരു നിയമസഭ പ്രമേയം പാസ്സാക്കുന്നതിന് തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. അത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ, പിന്നീട് വധഭീഷണിയും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില അർത്ഥം. അപ്പോൾ മാത്രമേ വീട്ടിൽ ഭാര്യ സീജയ്ക്ക് ഒരു ചെറിയ പിടി ഇങ്ങനെ ഒരു വധഭീഷണിയൊക്കെ വരുന്നത്, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ഈ 3 മാസത്തെ ഈ MLA അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ ഒരു നിലപാട് നമുക്കില്ല. പൊതു നിലപാടുകൾക്കനുസൃതമായി നിയമസഭയ്ക്കകത്ത് പറയുക, അത്ര മാത്രമേ ഉള്ളൂ. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരിക്കലും തെറ്റുപറ്റിയെന്നുള്ള ചിന്താഗതി നമുക്ക് അങ്ങനെയില്ല. കുടുംബത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പൊതുപ്രവർത്തകരാണ്, മുഴുവൻ സമയം ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ഓണം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അപ്പോൾ ജയശ്രീ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടനെ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയം, നമുക്ക് വ്യക്തിപരമായ അറിവുള്ളത് കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. അത് അപ്പോൾ വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നത്. അല്ല, അങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതെ, അതുകൊണ്ട് ഈ ഒരു വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ വിവാഹം ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടല്ല ഞാനും ജയശ്രീയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതുപ്രവർത്തനം നടത്താനും ആ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പരം ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അങ്ങനെ സഹായിക്കുകയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപൂർവം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഇതുപോലത്തെ ദിവസങ്ങളിൽ സാധിക്കുന്നത്ര. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, ബാക്കി കുടുംബാംഗങ്ങളും ബാക്കി സുഹൃത്തുക്കളും ഒക്കെ വരും. പാർട്ടി പ്രവർത്തകർ, BJPയുടെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും മാത്രമല്ല. കുടുംബം എന്ന് പറയുന്നത് അതിന് പല തലങ്ങളുണ്ട്. ഇതൊരു തലമാണ്. ഇതിനപ്പുറത്ത് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇതുണ്ട്, അതിനപ്പുറത്ത് അതിനേക്കാൾ വിശാലമായിട്ടുള്ള വേറെ തലമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബവും നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ആ ദിവസം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു എന്നിരിക്കട്ടെ, നമ്മൾ പോകും. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിക്കുമ്പോഴായിരിക്കും മറ്റൊരു അത്യാവശ്യ കാര്യം വരുന്നത്. അപ്പോൾ അതവിടെ മാറ്റിവെച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സംഘടനാ സംസ്കാരം. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരാളാണ് ശ്രീമതി. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നം മുരളിയേട്ടനെ സംബന്ധിച്ചില്ല. അപ്പോൾ ഗോപകുമാർ സാർ പറഞ്ഞു ഒരു രാഷ്ട്രീയമില്ല, മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും ഒരു രാഷ്ട്രീയമില്ല. അപ്പോൾ അവരുടെ ഓണം എങ്ങനെയാണ്? ഞാൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. അന്ന് തൊട്ടേ അറിയാം. നമ്മൾ ഒരു പക്ഷേ വിചാരിക്കുമ്പോൾ കിട്ടത്തില്ല. കാര്യം ഒരു പക്ഷേ MLA കാട്ടിയും വലിയ തിരക്കായിരിക്കും പഞ്ചായത്ത്. അങ്ങോട്ട് പോയി എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ജനപ്രതിയാണെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന് പറയും. കല്യാണം കഴിച്ചെന്ന് തൊട്ട് അത് കണ്ടു വളർന്നു ആ രീതിയിൽ യോജിച്ചു പോകുന്നത് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓണത്തിൻ്റെ രീതി പോകും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞു, ഓണത്തിന് മിക്കവാറും ഒക്കെ തന്നെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നാളിതുവരെ പോയിട്ടുള്ളത്. ഈ ഓണത്തിലെ തിരക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അതായത് ഓണമാണ്, അപ്പോൾ ഒരു 2 വരിയിൽ ഒരു നാടൻ പാട്ടെങ്കിലും സാധിക്കുമോ എന്നൊരു ചോദ്യം ആദ്യം തന്നെ രണ്ടുപേരും അതിന് മറുപടി ഞങ്ങളോട് വ്യക്തിപരമായി പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, 2 വരിയെങ്കിലും കവിതയായിട്ടോ അതല്ല പാട്ടായിട്ടോ അല്ലേ. പാട്ടുപാടി ആളുകളെ ഉടൻ തന്നെ TV ഓഫ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ജനം ടിവിയുടെ പ്രേക്ഷകരോട് തവണത്തെ ഓണത്തിന് ഉള്ളൊരു മെസ്സേജ് രണ്ടുപേരുടെയും. ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവം സാഹചര്യങ്ങൾ മാറുമ്പോഴും കാലം മാറുമ്പോഴും പുതിയ തലങ്ങളിൽ ആ അനുഭവത്തെ
ആസ്വദിക്കുക എന്നുള്ളതാണ് മലയാളി ഓരോരുത്തരും ഓരോ വർഷം വരുമ്പോഴും ഓരോ ഓണം വരുമ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഓണവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാകട്ടെ. അത് വരും കാലങ്ങളിൽ നമുക്ക് എന്നെന്നും ഓർമ്മിക്കുന്ന ഒരനുഭവമാകട്ടെ. എല്ലാവർക്കും ഓണാശംസ. ഓർമ്മ മലയാളിയെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നല്ല നാളുകളുടെ. ഈ ഓണവും ആ പ്രതീക്ഷയും ആ സ്വപ്നവും പൂർത്തീകരിക്കുന്ന രീതിയിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എല്ലാവർക്കും നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. രണ്ടുപേർക്കും നല്ല തിരക്കുള്ള സമയമാണ്. പൊതുരംഗത്തെ ആ ഒരു തിരക്കുകൾക്കിടയിൽ എന്തിനേറെ പറയുന്നു, നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് പോലും രാത്രിയിലാണ്. അത്രത്തോളം തിരക്കിലായിരുന്നു അവർ രണ്ടുപേരും ഈ ദിവസം. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഓണനാളിൽ നമുക്കിപ്പം അതിഥിയായി എത്തിയതിന്. എന്തായാലും ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ഓണാശംസകൾ നേരുന്നു. നമസ്കാരം.